അലി റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് പ്രത്യേകമായി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു അമൽ പറഞ്ഞു തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലേ മാ അസ്ഹലു തരീഖ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയേതാണ്, എളുപ്പമാർഗമേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അലൈക ബിദിക്രില്ലാഹി അസ്സ വജല്ല സിർറൻ വജഹറാ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് പടച്ച റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നീ കൂടണേ. സിർറൻ വജഹറാ, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ സ്മരിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ് എന്ന് മരുമകൻ ചോദിക്കാൻ, നബിയോട് ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു. മരുമകന് മറുപടി നൽകിയത് അലൈക ബിദിക്രില്ലാഹി സിർറൻ വജഹറാ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലലാണ്, റബ്ബിനെ സ്മരിക്കലാണ്. എപ്പോഴും അല്ലാഹുവിനുള്ള ചിന്തയായിരിക്കണം, ഇതിന്റെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. അത് അനിവാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും റബ്ബുമായിട്ട് ഏറ്റവും അടുക്കുന്നതും നിസ്കരിക്കുമ്പോഴാണ്, നിസ്കാരത്തിലാണ്. അല്ലാഹു നമുക്ക് നിസ്കാരം ചുട്ടുവെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമളാൻ നമ്മളിലേക്ക് വരികയാണ്. ഇനി കുറഞ്ഞ ദിവസം 24 ദിവസങ്ങളേ ഉള്ളൂ റമളാനിലേക്ക്. പരിശുദ്ധ റജബിലും ശഅബാനിലും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. പവിത്രമായ റമളാൻ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ അമലും അതാണല്ലോ, നിസ്കാരമാണ്.